പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. മുൻ നേതാവും ജമ്മു-കാശ്മീർ ഗവർണറുമായ സത്യപാൽ മാലിക്. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ വീഴ്ചയാണെന്ന് മാലിക് തുറന്നടിച്ചു. ഇക്കാര്യത്തിൽ മൗനം പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നിർദ്ദേശിച്ചെന്നും മാലിക് വെളിപ്പെടുത്തി. ദി വൈറലിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. വിശദാംശങ്ങളുമായി ദേവിക ചേരുന്നു. ദേവിക, പുൽവാമ ആക്രമണത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുണ്ടാവുന്നത്? ബി.ജെ.പി. സർക്കാരിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് മുൻ ബി.ജെ.പി. നേതാവും ജമ്മു-കശ്മീർ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക് മുന്നോട്ട് വന്നിരിക്കുന്നത്. ദി വയർ എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു പുൽവാമ ആക്രമണത്തെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സത്യപാൽ മാലിക് നടത്തിയത്. 40 ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ആക്രമണം സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയെ തുടർന്നായിരുന്നു എന്നാണ് മാലിക് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തന്റെ വായടപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർ അതിന് ശ്രമിച്ചു എന്നും മാലിക് പറയുന്നുണ്ട്. ഇത് ശരിക്കും ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു പുൽവാമ ആക്രമണം എന്ന് പറയാൻ സാധിക്കും. ശരിക്കും ബി.ജെ.പി. സർക്കാർ ഇത് തിരഞ്ഞെടുപ്പിനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള ഒരു ആയുധമാക്കി പുൽവാമ ആക്രമണത്തെ പോലും മാറ്റി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് മാലിക് പറഞ്ഞിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന് മുന്നോടിയായി CRPF ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു അപേക്ഷ നൽകിയിരുന്നു. അതായത് 40 ഇത്രത്തോളം സൈനികരടങ്ങുന്ന ഒരു സംഘത്തിന് റോഡ് മാർഗേണ സഞ്ചരിക്കാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയുമില്ല, അല്ലെങ്കിൽ അതിന് കഴിയില്ല, അത് സുരക്ഷിതമല്ല എന്ന് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ 5 വിമാനങ്ങൾ തങ്ങൾക്ക് വേണ്ടി ഒരുക്കണമെന്ന് പറയുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം ആ ഒരു അപേക്ഷയെ ആഭ്യന്തര മന്ത്രാലയം തള്ളുകയായിരുന്നു. അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട വ്യോമസേനയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ സൈനികരുടെ സുരക്ഷയ്ക്ക് വേണ്ട വിമാനങ്ങൾ എത്തിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞില്ല, അതിൽ വീഴ്ചയുണ്ടായി എന്നാണ് മാലിക് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചുമരിൽ കുറ്റം ചുമത്തിയതിനു ശേഷം ബി.ജെ.പിക്ക് ജയിക്കാനുള്ള, അല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്ക് അനുകൂലമായ വിധി നേടാനുള്ള ഒരു നാടകമായിരുന്നു ഇതെന്നുമാണ് മാലിക് പറയുന്നത്. ഇത് ശരിക്കും ബി.ജെ.പി. സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം ആക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ പഴിചാരി തിരഞ്ഞെടുപ്പ് നേട്ടം സ്വന്തമാക്കാൻ ബി.ജെ.പി. സർക്കാർ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിക്കും പ്രധാനമന്ത്രി ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയൊരു ആരോപണം, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ഇത് ശരിക്കും മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ആരോപണം തന്നെയാണ്. ജമ്മു കശ്മീരിലെ ഗ്രാമങ്ങളിലൂടെയും റോഡുകളിലൂടെയും ഈ വാഹനം 10-15 ദിവസം സഞ്ചരിച്ചെങ്കിലും ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് ഇന്റലിജൻസ് ഏജൻസികളുടെ ഒരു വീഴ്ചയും കൂടിയാണെന്നും മാലിക് തുറന്നടിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ആരോപണവുമായി മാലിക് രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻ ബി.ജെ.പി. നേതാവ് കൂടിയായിരുന്ന മാലിക്കിനെ പ്രധാനമന്ത്രിയും അജിത് ഡോവലും ചേർന്ന് വായടപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും മോദി സർക്കാരിനെതിരെ, അല്ലെങ്കിൽ മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പറ്റുന്ന ഒരു ചാട്ടുളി എന്ന് വേണമെങ്കിൽ ഈ ഒരു ആരോപണത്തെ പറയാം. കാരണം ഈ ഒരു സംഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം ഇത് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ ഒരു അഭിമുഖത്തെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഇത്തരത്തിലൊരു പുൽവാമ ആക്രമണം ഉണ്ടായതിന്, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഉത്തരവാദി ആരാണ്, അത് സൃഷ്ടിച്ചതാണോ, അല്ലെങ്കിൽ അതിന് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് മോദി സർക്കാർ വഴിവെച്ചതാണോ എന്നെല്ലാമുള്ള അന്വേഷണം വേണമെന്നും അത് കണ്ടുപിടിക്കണമെന്നും SP നേതാവ് മനോജ് സിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെല്ലാം ഒരുമിച്ച് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അവരെല്ലാം ഇതിലൊരു അന്വേഷണം വേണമെന്ന് തന്നെ ഉറച്ചു പറയുകയാണ്. കാരണം അത്രത്തോളം വലിയൊരു ആരോപണമാണ് മോദി സർക്കാരിനെതിരെ മുൻ ബി.ജെ.പി. നേതാവ് കൂടിയായിരുന്ന സത്യപാൽ മാലിക് നടത്തിയ ഒരു ആരോപണം. ഈ ആരോപണം ശരിക്കും ബി.ജെ.പി. സർക്കാരിനെ താഴെയിറക്കാൻ വരെ കെൽപ്പുള്ളതാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിലൊരു ശരിക്കും ഒരു അന്വേഷണം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം വസ്തുതാപരമാണെന്ന് തെളിയുകയാണെങ്കിൽ ശരിക്കും സർക്കാരിനെ വരെ വീഴ്ത്താൻ സാധിക്കുന്ന ഒരു ആരോപണമാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മാലിക് ഒരു അഭിമുഖത്തിലൂടെ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാക്കളെല്ലാം കൈകോർത്താണ് ഇതിനെതിരെ
അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒന്നടങ്കം പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ശരി, മാലിക്കിന്റെ ദേവിക റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഗുരുതര വെളിപ്പെടുത്തലുമായി ഇപ്പോൾ മുൻ BJP നേതാവും ഗവർണറുമായ സത്യപാൽ മാലിക് രംഗത്ത് വന്നിരിക്കുന്നു.